അവൻ വരും മോളെ, നീ വന്നു കിടന്നുറങ്ങ്. ഉമ്മ, നേരം പാതിരയായി. ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ട് നോക്കിച്ചാലോ? ഈ പാതിരായിക്ക് ആരെ പറഞ്ഞയക്കാനാ? വർക്ക്ഷോപ്പിൽ അത്യാവശ്യം എന്തെങ്കിലും ജോലി ഉണ്ടാവും. നീ വാ, വന്നു കിടന്നുറങ്ങ്. വരൂ. എടാ, നീയും സലീമും കൂടി ഇന്നലെ ഒന്നിച്ചല്ലേ വർഷാപ്പിന്ന് പോകുന്നത്? അതെ. ഓ ഇതുവരെ വീട്ടിൽ ചെന്നില്ലാന്നും പറഞ്ഞ് അവിടുന്ന് ആള് വന്നിരിക്കുന്നു. സലീം രാത്രി എന്നോട് വിട്ടിട്ടാണല്ലോ വീട്ടിലേക്ക് പോയത്. പിന്നെ അവൻ എവിടെ പോയി? സജീവല്ലേ? ഗോപി, നിങ്ങൾ താഴോട്ട് വരണം. വരാൻ. നമസ്കാരം സാർ. നിന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തിനാ സാർ? സലീമിനെ കൊന്ന കുറ്റത്തിന്. സാർ എന്തായി പറയുന്നത്? സലീമിന് ഞാൻ കൊന്നു? ഇന്നലെ സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് പണവും വാങ്ങി നീ സലീമും കൂടി ഒരുമിച്ചല്ലേ പോകുന്നത്? അതെ. എന്നിട്ട് സലീം എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പണവും കൊണ്ട് വീട്ടിലേക്ക് പോയി. അല്ല സാർ, ഗോപി പറയുന്നത് കള്ളമാണ്. സാറേ, സുരേന്ദ്രൻ മുതലാളി പറഞ്ഞതനുസരിച്ച് ഇവരെ രണ്ടുപേരെയും കാറിൽ കൊണ്ടുവന്നത് ഞാനാണ്. വഴിക്ക് വെച്ച് 50,000 രൂപ വേണമെന്ന് പറഞ്ഞ് ഇയാൾ സലീമിനോട് വഴക്കുണ്ടാക്കി. ഇവർ തമ്മിൽ പണത്തിന് പിടിയും വലിയുമായപ്പോൾ ഞാൻ ഇവരെ കാറിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ തിരിച്ചു പോരുമ്പോൾ പിന്നിൽ നിന്നൊരു നിലവിളി കേട്ടു. അപ്പൊ തന്നെ ഞാൻ ചെന്ന് സുരേന്ദ്രൻ മുതലാളിയോട് വിവരം പറഞ്ഞു. ഇന്ന് രാവിലെ സലീം റോഡിൽ മരിച്ചു കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് സുരേന്ദ്രൻ മുതലാളി വിവരം പറയാൻ എന്നെ സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ചത്. ഇല്ല സാർ, ഇയാൾ പറഞ്ഞ മുഴുവൻ കള്ളമാണ്. സാർ ഇത് വിശ്വസിക്കരുത്. നിന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. കോൺസ്റ്റബിൾ, വീട് പരിശോധിക്കും. ഇതാ സാർ ഒരു ബ്രീഫ് കേസ്. ഈ ബ്രീഫ് കേസിലാണ് സാർ ഇന്നലെ സുരേന്ദ്രൻ മുതലാളി സലീമിന് പണം കൊടുത്തയച്ചത്. അത് തുറക്കും. സാർ, ഇതിലെന്ത് ചതിയുണ്ട്? വിശ്വസിച്ചവനെ കൊല്ലുക, അതാണ് ഏറ്റവും ഭയങ്കരമായ ചതി. നിന്നെ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ ഇതിൽ കൂടുതൽ തെളിവുകളുടെ ആവശ്യമില്ല. ജീപ്പ്. ഗോപേട്ടാ, മമ്മി, ആ പിക് പോക്കറ്റ് ഗോപിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാത്രി അവളുടെ അഹങ്കാരം ഞാൻ തീർക്കും. അവള് വീണ്ടും ഈ വീട്ടിൽ വന്ന് എന്റെ കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. ആ കാര്യം ഞാൻ ഏറ്റു മമ്മി. സുരേന്ദ്രൻ സാറ് പറഞ്ഞ അത് പറഞ്ഞതായിരിക്കും.
കുട്ടമ്പിള്ള. എന്താ കുട്ടമ്പിള്ള? എടീ, നിന്റെ ഭർത്താവുണ്ടല്ലോ ആ പിപ്പോക്കറ്റ്, അവനെ നിനക്ക് ഈ ജന്മം കാണാൻ സാധ്യമല്ലടി. ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു, വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ ഇതെന്റെ സ്ഥലമാണ്. ഇവിടെ നിന്ന് ദൈവം വിചാരിച്ചാൽ പോലും നിനക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ലടി. എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം നീ സലീമിനെ എന്ത് ചെയ്തു?
പറയടാ, എന്താണ് നടന്നതെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോളൂ. അത് ഗോപിയെ കൊണ്ട് വീട്ടിൽ വിട്ട ശേഷം ഗോപിയെ വീട്ടിലിറക്കി വിട്ടോ? ഇറക്കി വിട്ടു സാർ. ആ സലീം, നമ്മുടെ കണക്കുകൾ മുഴുവൻ അവസാനിച്ചിട്ടില്ല, അല്പം കൂടെ ബാക്കിയുണ്ട്. ഇറങ്ങി വരൂ, നമുക്ക് സംസാരിക്കാം. വരൂ. ഇറങ്ങി വരാൻ. ഇറങ്ങി വാ ഇങ്ങോട്ട്. എടാ, നീ ആ പിക് പോക്കറ്റിന്റെ കൂടെ ചേർന്ന് എന്നെ എതിർക്കുന്നു അല്ലേ? എന്നെ എതിർത്തവൻ പിന്നാരെ എതിർക്കാൻ പാടില്ല. ഇതാണ് സാർ നടന്ന സംഭവം. സുരേന്ദ്രൻ മുതലാളി പറഞ്ഞിട്ട് ഞാനാണ് ഗോപിയുടെ വീട്ടിൽ സൂട്ട് കേസ് കൊണ്ടുവച്ചത്. ഇൻസ്പെക്ടർ സർ, എന്നെ അറസ്റ്റ് ചെയ്യാൻ പല പ്രാവശ്യം ശ്രമിച്ചു. ഇപ്പോഴതിന് സാധിച്ചു. പക്ഷേ കുറ്റം വേറെയായിപ്പോയി. കോൺസ്റ്റബിൾ, take him. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. നിയമം നിങ്ങളെ ശിക്ഷിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.